ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിന്റെ വിചിന്തനം നാം തുടരുന്നു. ഇന്ന് തിരുക്കുടുംബത്തിന്റെ തിരുനാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്ന വിഷയം നമ്മുടെ കുടുംബം കുളം തോണ്ടാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. 2 കുടുംബങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടത് ഞാൻ ഓർക്കുന്നു. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞതാണ്, ഞങ്ങളുടെ കുടുംബം ശ്മശാന തുല്യമാണ്. അവിടെ ആരും വർത്തമാനം പറയാറില്ല. ഞങ്ങളുടെ വീട്ടിൽ ചിരിയില്ല. ഉള്ളവർക്ക് ഫോണുമുണ്ട്, ഇയർഫോണുമുണ്ട്. അവർ അവരുടെ ലോകത്താണ്. ഓരോരുത്തരും ആ രീതിയിൽ പോകുന്നത് കൊണ്ട് വീട് ഏതാണ്ട് ശ്മശാന തുല്യം. അതാ അവർ സൂചിപ്പിച്ചത്. വേറൊരു കുടുംബനാഥൻ കണ്ണീരോടെ പറഞ്ഞാണ്, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ഭാര്യയും ഭർത്താവും 2 ആമക്കളും പിന്നെ ഒരു സർവൻറ്റും 5 പേരേ ഉള്ളൂ. ഞങ്ങളുടെ ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ ഒരു 10-15 പേർക്ക് വിശാലമായിട്ട് കഴിയാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഒരു നേരം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സാഹചര്യം പോലും ഇല്ല. ഓരോരുത്തർക്കും അവർക്ക് തോന്നുകയാണെങ്കിൽ ഭക്ഷണം എടുത്ത് മുറി കൊണ്ടുപോകും, അവിടെ ഇരുന്ന് കഴിക്കും. അതല്ലാതെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരവസ്ഥ പോലും ഇല്ല. ഈ കുടുംബാംഗങ്ങളൊക്കെ ജീവിത സൗകര്യം ഉണ്ടായിട്ടും എത്രമാത്രം വേദനിക്കുന്നു എന്നുള്ളത് അവരുടെ ആ സംസാരത്തിൽ നിന്ന്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബം കുളം തോണ്ടാതിരിക്കാൻ, നമ്മുടെ കുടുംബം മുമ്പോട്ട് പോകേണ്ടതുപോലെ മുമ്പോട്ട് പോകേണ്ടതിന് നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അത് തിരുക്കുടുംബത്തിലേക്ക് നോക്കി നമുക്ക് പഠിക്കാൻ പറ്റും. ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് തിരുക്കുടുംബത്തിൻ്റെ തിരുനാളായിട്ട് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം ദൈവമാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീട് വെക്കാൻ നേരത്തെ നന്നായിട്ട് നമ്മൾ അടിത്തറയൊക്കെ ഇട്ട്, ഉറപ്പുള്ള അടിത്തറയിട്ട് അതിൻ്റെ മേലായിരിക്കാം പണിത് ഉയർത്തിയത്. പക്ഷേ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുടുംബത്തിന് ഒരു അടിസ്ഥാനം ഉണ്ടാകണം. ആ അടിസ്ഥാനം ദൈവമായിരിക്കണം. ദൈവവും ദൈവത്തിൻ്റെ വചനവും നമ്മുടെ കുടുംബത്തിന് അടിസ്ഥാനമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബം കെട്ടുറപ്പുള്ള ഒരു കുടുംബമായിരിക്കും. എപ്പോഴാണ് നമ്മുടെ കുടുംബത്തിന് ദൈവം അടിസ്ഥാനമാവുക? ആ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ, വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ബൈബിൾ വായന, അതുപോലെ തന്നെ കൗദാശിക ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ദൈവമാണ് അടിസ്ഥാനം എന്ന് പറയാൻ പറ്റും. ഇതൊന്നും ഇല്ലാതെ ഞാൻ വിശ്വാസിയാണ്, ഞാൻ മാമോദീസ സ്വീകരിച്ച വ്യക്തിയാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ജീവിതത്തിനോ ദൈവം അടിസ്ഥാനം ആകണമെന്നില്ല. ജെറമ്യായുടെ പുസ്തകം 17-ാം അധ്യായം 5-7 വചനങ്ങൾ, അതിൻ്റെ കൂട്ടുവചനങ്ങളായിട്ട് നമ്മൾ കാണുന്നത് യോഹന്നാൻ 15-ാം അധ്യായം 5-7 വചനങ്ങളിലാണ്. ജെറമ്യ 17-ന്റെ 5-ാമത്തെ വചനം പഠിപ്പിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിച്ച് മാനുഷിക ശക്തിയിൽ ശരണപ്പെട്ട് ദൈവത്തിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവൻ മരുഭൂമിയിലെ കുറ്റിച്ചൊടി പോലെയാണ്. അത് എപ്പോൾ വേണേലും ഉണങ്ങിപ്പോകാം. 7-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. അവര് ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് വേനൽക്കാലത്തെ ഭയപ്പെടേണ്ടതില്ല. ഇങ്ങനെ ദൈവം അടിസ്ഥാനമായിട്ടുള്ള ഒരു കുടുംബത്തിൽ ഒരു സാമ്പത്തിക ക്ലേശം വന്നാലും, ഒരു രോഗം കുടുംബാംഗങ്ങൾക്ക് വന്നാലും അവര് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ നിരാശയിലേക്ക് പോവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. നമ്മൾ കാണാറുണ്ടല്ലോ, ഈ കാറ്റാടി മരം അതിൻ്റെ കുടുംബ കാറ്റത്ത് കിടന്നാടിയാലും മരം മറിഞ്ഞു വീഴാറില്ല. കാരണം അതിന് നല്ല തായ്വേരുള്ളത് കൊണ്ട്. ഇതാണ് ദൈവം നമ്മുടെ കുടുംബത്തിന് അടിസ്ഥാനമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന നേട്ടം എന്നുള്ളത് നാം തിരിച്ചറിയണം. 2-ാമത്തെ കാര്യമാണ്, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പാലിക്കുന്നത് ഏത് കൾച്ചറാണ്? ബാബേൽ കൾച്ചറോ അതോ പെന്തക്കോസ്റ്റ് കൾച്ചറോ? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ബാബേൽ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമ്മൾ കാണുന്നു, അവര് ദുരഭിമാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കും. മാനം മുട്ടി നിൽക്കുന്ന ഒരു ഗോപുരം, അത് കാണുന്നവരൊക്കെ നമ്മളെ പ്രശംസിക്കണം. അവരുടെ ദുരഭിമാനം. ഇതേക്കുറിച്ച് ചിന്തിച്ചപ്പോഴേ ദൈവം ചെയ്തൊരു കാര്യം, അവരുടെ ഭാഷ ഭിന്നിച്ചു. ഒരാൾ പറയുന്നതല്ല മറ്റേയാൾക്ക് തിരിയുന്നത്. അങ്ങനെ അവർ അവസാനം പല സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. ഇന്ന് അഹങ്കാരം മൂത്താൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ, ദുരഭിമാനത്തിൽ നമ്മൾ പലതും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ക്ഷമിക്കാനും സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും പരസ്പരം കരുതാനുമൊക്കെ വയ്യാത്ത വിധത്തിൽ അഹങ്കാരം, സ്വാർത്ഥത എന്നിവ വിഴുങ്ങിയിരിക്കുന്ന വ്യക്തികൾ, ബാബേൽ കൾച്ചറാണ് അവിടെ നടമാടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പെന്തക്കോസ്റ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ് ഒരു ഭാഷയിൽ സംസാരിച്ചു. വിവിധ ഭാഷകളിൽപ്പെട്ടവര് താന്താങ്ങളുടെ ഭാഷയിൽ അവർക്ക് കേൾക്കാൻ പറ്റും. ഭാഷ അവിടെ ഒരു പ്രശ്നമായില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒരേ ഭാഷ അറിയാവുന്നവര് ഒരേ മേൽക്കൂരയ്ക്ക് താഴെ കഴിഞ്ഞിട്ട് അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, സ്നേഹമില്ല, പങ്കുവയ്ക്കുന്ന അവസ്ഥയില്ല എങ്കിൽ അത് ബാബേൽ കൾച്ചറാണ്. അത് അപകടകാരിയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. 3-ാമത്തെ ഒരു കാര്യമാണ്, അന്ധവിശ്വാസങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിലകൊള്ളുന്നുണ്ടോ? അനാചാരങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിലകൊള്ളുന്നുണ്ടോ? വിശ്വാസത്തിന് നിരക്കാത്ത ചില കാര്യങ്ങൾ. ചിലര് ഒരാൾ പറഞ്ഞാൽ മതി,
ഇതാരോ എന്തോ ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്. ബാക്കിയുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലൊന്ന് പോയി നോക്കിയാലോ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നറിയാം. ബാക്കിയുള്ളവരും അതിനെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ വിശ്വാസം ബലികഴിച്ചിട്ട് ഏത് പ്രശ്നം മാറ്റിയെടുത്തിട്ട് എന്ത് കാര്യം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് എന്ത് നേടിയെന്നാണ് മത്തായി 16:26 ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്യാഗം നടത്തിയിട്ടല്ല കാര്യം നടന്നു കിട്ടേണ്ടത്. വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നത് പോലും അതൊരു രക്തസാക്ഷിത്വമാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിൽ നാം ഏറ്റെടുക്കേണ്ടത്. ഇതാണ് 2 മക്കബായർ 7-ാം അധ്യായം വായിക്കുമ്പോൾ ആ വിധവയും 7 മക്കളും ആ കുടുംബത്തിൽ നടമാടിയത് ഈ ഒരു കൾച്ചറാണ്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വിശ്വാസം ജീവിക്കുന്നതിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നാലും അതിന് തയ്യാറാകുന്ന ആ ഒരു വിശ്വാസ വളർച്ച നമുക്കുണ്ടാകണം. 4-ാമത്തെ കാര്യമാണ്, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന ഉയരുന്നുണ്ടെങ്കിൽ ആ കുടുംബം സുരക്ഷിതമാണ്. നമുക്ക് നല്ല കെട്ടുറപ്പുള്ള കെട്ടിടം വെച്ചാലും വേണേ അതിന് ചുറ്റും മതിൽ കെട്ടിയാലും മതിലിൻ്റെ മുകളിൽ കമ്പി വല ഇട്ടാലും അങ്ങനെ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും സുരക്ഷിതരാകണമെന്നില്ല. ഒരു അറ്റാക്ക് വന്നാൽ, ഒരു മാസീവ് അറ്റാക്ക് വന്നാൽ അവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. പക്ഷേ കർത്താവ് തരുന്നൊരു സംരക്ഷണം. അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞത്, ഞാൻ നിനക്ക് കവചമായിരിക്കും. ഉൽപ്പത്തി 15-1 വചനത്തിൽ നമ്മൾ കാണുന്ന അതാണ്. പറയുണ്ട്, കുടുംബനാഥൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ആ കുടുംബത്തിൽ ഉയരുന്നുണ്ടെങ്കിൽ, കുടുംബനാഥയുടെ പ്രാർത്ഥന ഉയരുന്നുണ്ടെങ്കിൽ, അവരുടെ മക്കളുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുന്നുണ്ടെങ്കിൽ അവരൊക്കെ ആ ഭവനത്തിൽ സുരക്ഷിതരാകും. വ്യക്തിപരമായ പ്രാർത്ഥന, ഒന്നിച്ചുള്ള പ്രാർത്ഥന, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനമായിട്ട് 5-ാമത്തെ കാര്യം ഇതാണ്, നിന്റെ കുടുംബം തിരുക്കുടുംബത്തെ അനുകരിക്കുന്നുണ്ടോ? 1 കൊറിന്തോസ് 11:1 വായിച്ചാൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അനുകരിക്കാം. ഇനി നമുക്ക് തിരുക്കുടുംബത്തെ അനുകരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം സുരക്ഷിതമാണ്. തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിശുദ്ധി വിളഞ്ഞുകിടന്ന ഒരു കുടുംബമാണ് തിരുക്കുടുംബം. അതുപോലെ തന്നെ സ്നേഹം തിങ്ങി നിറഞ്ഞു നിന്ന ഒരു കുടുംബമാണ് തിരുക്കുടുംബം. പരസ്പര സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം. 1-ാമത്തെ കാര്യമാണ് ഹൃദയത്തിൻ്റെ ഐക്യം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും ഉണ്ടെങ്കിൽ നമ്മളും സുരക്ഷിതരായിരിക്കും എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. കുടുംബ തകർച്ച നേരിടുന്ന ദമ്പതിമാരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കണമേ. കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. പാപം ചെയ്യാതിരിക്കാനും ചെയ്തു പോയാൽ അനുദപിച്ച് തിരിച്ചു വരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും ഒരു നാളും അങ്ങിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകരുതേ. ആമേൻ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ സാദൃശ്യത്തിൽ ഞങ്ങളുടെ കുടുംബം രൂപപ്പെടുവാൻ അങ്ങ് ഇടവരുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.